അങ്ങനൊക്കെ എന്തുവാ ഈ പാതിരാത്രിക്ക് ഇവിടെ ഇരുട്ടത്ത് ready? ഇങ്ങോട്ട് ചോദിക്കാൻ പോവാ. What year were you born? What? What year were you born? What year? Yeah. അത് എനിക്ക് ഇഷ്ടമില്ലാത്ത ക്വസ്റ്റ്യനാണ്. പറ അമ്മ. ഞാൻ എന്നെ നീ വല്യമ്മയാക്കുവായിരുന്നു. Oh my god. പറ അമ്മ. What year were you born? What year? 1947. What date? Birthday? Date. 1947. May what? 29. I think so. Okay. Good Friday അല്ല ജനിച്ചത്. 2 o'clock. ഒരിടത്തൊരു അപ്പനും അമ്മയും ഒരു വല്യപ്പനും വല്യമ്മയും ഉണ്ടായിരുന്നു. അവര് പിന്നെ നല്ല മനുഷ്യരായിരുന്നു. ക്ലോത്ത്സ് ഒന്നും ഇല്ലായിരുന്നു. Who was more strict, your mother or your father? Mother. What did you do? Made a favorite subject or no? They didn't care what. കണക്ക്. മാത്സ്. അപ്പോൾ അപ്പച്ചനോ അമ്മയോ അവര് പറയുന്ന ഇത് പഠിച്ചാൽ മതി, ഇത് പഠിച്ചാൽ ജോലി കിട്ടും എന്ന് പറയുമ്പോൾ ഞാൻ ഓക്കെ പറയും. അത് നഴ്സ് അങ്ങനെയുള്ള ജോലികളൊന്നും ഞാൻ ചെറുതല്ലേ അങ്ങനെ ഇല്ലായിരുന്നു. പിന്നെ എന്തെങ്കിലും ആ കിണറ്റിൻ്റെ അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞാൽ പോകരുതെന്ന് അർത്ഥം. അറിയാതെ അങ്ങനെ പറഞ്ഞാൽ കേൾക്കാതെ കിണറ്റിൻ്റെ അങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അടി കിട്ടും, ചന്തിക്ക്. അങ്ങനെയൊക്കെ ഉണ്ട്. അമ്മയുടെ നിന്ന് അടി കിട്ടിയിട്ടുണ്ട്, അപ്പച്ചൻ്റെ നിന്ന് പിന്നെ ആൺപിള്ളേർക്കെല്ലാം അടി കിട്ടുമായിരുന്നു. അപ്പച്ചൻ ശരിക്കും അടി കൊടുക്കുമായിരുന്നു. അമ്മ ആൺപിള്ളേരെ ഒന്നും അടിക്കാൻ പോകത്തില്ല, എന്നെ അടിക്കാൻ പറ്റും. ഒരു മുളക് തൈ അവിടെ നിന്നാൽ അത് പിന്നെ അതിനകത്ത് മുളകുമൊക്കെ പച്ചയായിട്ടുള്ള മുളകും ഒക്കെ എല്ലാം നിൽക്കുന്നത് കാണുമ്പോൾ ഞാൻ പോയി അത് പറിക്കാൻ നോക്കും. അന്നേരം പടിയെടുത്തോണ്ട് വരും, കൊച്ചു കമ്പ് എടുത്തോണ്ട് വന്ന് കാണാൻ ഇങ്ങോട്ട് നടക്കാനല്ലേ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്ന് പോരാടി ചെയ്ത് അത്രയും ഡാഡിയെ മീറ്റ് ചെയ്തത്. അങ്ങനെ അങ്ങ് മീറ്റ് ചെയ്തില്ല. പിന്നെ കല്യാണം കഴിപ്പിക്കണം, എന്നെ കല്യാണം കഴിപ്പിക്കണം, അതിനൊരു ചെറുക്കനെ വേണം എന്ന് പറഞ്ഞിട്ട് അപ്പച്ചനിങ്ങനെ പലരോടും പറഞ്ഞതനുസരിച്ച് അവർ വേണം പിന്നെ CPM ഒരു മദർ കാണാം, അപ്പച്ചനോട് കാണാൻ പറഞ്ഞു. ഇന്നടത്ത് ഇന്ന വീട്ടിൽ ഒരു ചെറുക്കനുണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്ത്. അന്നേരം അങ്ങനെയൊന്ന് കാണണമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ കാണിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി വീട്ടിൽ വന്നു ചെറുക്കൻ കാണാൻ. എന്നിട്ട് അവരുടെ അപ്പനും അമ്മയും കൂടെ വന്നു. അങ്ങനെ വന്നപ്പം വന്ന് കണ്ടപ്പം അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടപ്പം എന്നെ വിളിച്ച് ചോദിച്ചു, എന്നോട് ചോദിച്ചു ചെറുക്കനെ ഇഷ്ടമാണെന്ന്. ആ വീട്ടിൽ വെച്ച് തന്നെ ചോദിച്ച് മാറി വേറൊരിടത്ത് മുറിയില്ല എന്നിട്ട് മാറി ചോദിച്ചതുപോലെ. അന്നേരം ഞാൻ ഈ മാലയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നേരം എൻ്റെ വിചാരം പോയത് ചെറുക്കൻ എന്നെ കെട്ടത്തില്ല, അവൻ പെന്തക്കോസുകാരനാണ്, അത് കെട്ടുകയില്ലെന്നായിരുന്നു എൻ്റെ. അന്നേരം എന്നോട് പിന്നെ അപ്പച്ചൻ കാണാൻ പറഞ്ഞ് നീ അമ്മയെ മാലയൊന്നും ഇടരുത്, ആരും ഇട്ടുകൊണ്ട് ആ ചെറുക്കൻ്റെ മുന്നിലോട്ട് വരരുത്, അതുകൊണ്ട് കല്യാണമൊന്നും നടക്കത്തില്ല, അതുകൊണ്ട് അതൊന്നും ഇട്ടുകൊണ്ട് വരരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ കേൾക്കാതെ അതെല്ലാം ഇട്ടുകൊണ്ട് വന്നു. അനുഭവമാണ്
എന്നോട് ചോദിച്ചു, എന്നോട് ആരും ചോദിച്ചില്ല. ചെറുക്കൻ എന്നെ അപ്പച്ചനും അമ്മയും ചെറുക്കനെ എന്നോട് സംസാരിക്കാനായിട്ട് ഒരു സ്ഥലം ഉണ്ടാക്കി, ഒരു മുറിയിൽ ഇങ്ങനെ. അന്നേരം ചെറുക്കന് വർത്താനം സംസാരമൊക്കെ ഓരോന്നൊക്കെ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്തു. എൻ്റെ മനസ്സിരുന്നത് സ്വർണ്ണം ഇട്ടേക്കുന്നത് കൊണ്ട് എന്നെ കെട്ടത്തില്ല, എനിക്ക് വേണ്ട, ഇവിടെ വേണ്ടെന്ന് പറയും. ഭക്തനായ മനുഷ്യനാണെന്ന് പറയുന്നത്. അന്നേരം അങ്ങനെ കേട്ടപ്പം അങ്ങനെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത്. ആ ചെറുക്കനുണ്ട് കാണാം, പിന്നെ തോന്നുന്നു ചെറുക്കനെ പിന്നെ എന്നോട് കാണാൻ പറഞ്ഞു, എനിക്കൊരു ഗ്ലാസ് വെള്ളം തരാമോ എന്ന് ചോദിച്ചു കുടിക്കാൻ. ഞാൻ പോയി വെള്ളം എടുത്തുകൊണ്ട് വന്ന് കയ്യിൽ കൊടുത്തു. അങ്ങനെ കയ്യിൽ ഇങ്ങനെ അങ്ങോട്ട് നീട്ടിയപ്പോൾ ഞാൻ അയാളുടെ കൈ താഴോട്ടങ്ങ് മാറ്റി. അന്നേരം ഗ്ലാസ് അവിടെ വീണ് പൊട്ടത്തില്ല. അന്നേരം അങ്ങനെ സംഭവിച്ചില്ല. അത് അങ്ങനെ ഗ്ലാസ് അങ്ങനെ അങ്ങ് മാറ്റിയപ്പം എന്തുവാ മാറ്റി ഏതാണ്ട് പിന്നെ വേറെ എന്തുവാന്ന് എന്നോടൊന്നും ചോദിച്ചില്ലെന്ന് തോന്നുന്നു. എന്നിട്ട് പിന്നെ ചെറുക്കൻ്റെ അപ്പനോട് ചെന്ന് കാണാൻ പറഞ്ഞു, എനിക്ക് അവളെ മതിയെന്ന് പറഞ്ഞു. അന്നേരം അങ്ങനെ അവർ തീരുമാനിച്ചു, കല്യാണം നടത്തി. ഡാഡിയെ കാണാൻ നല്ലതായിരുന്നു, ആ നീളവും ആ നടപ്പും ഒരു ഗമയിലുള്ള നടപ്പായിരുന്നു അന്ന്. ആ നടപ്പും അതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നോട് അങ്ങനെ സ്നേഹത്തിൽ വർത്താനം പറഞ്ഞപ്പോഴും അതല്ല എന്നോട് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നെ ഇഷ്ടമാണെന്ന് എന്നോട് ചോദിച്ചു. എന്നെ ഇഷ്ടപ്പെട്ടോ, എന്നെ ഇഷ്ടമാണോ ചെറുക്കൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇഷ്ടമാണെന്ന് പറഞ്ഞു. പിന്നെ അപ്പച്ചൻ വിളിച്ച് ക്ലാസ് എടുത്ത് അവിടെ വേണോ എന്തോ തീരുമാനിച്ചു. എനിക്ക് അവളെ മതിയെന്ന് പറഞ്ഞു. എന്തിനാന്നോ ഇതൊക്കെ എന്തിനാ എഴുതുന്നേ? എൻഗേജ്മെന്റ് ഒന്നും ഇല്ലായിരുന്നു, സ്ട്രേറ്റ് മാരേജ് ആയിരുന്നു. മാരേജ് ആയിരുന്നു. സമയമില്ലായിരുന്നു. കല്യാണത്തിന് പിന്നെ എൻഗേജ്മെന്റ് ഒക്കെ എടുക്കാൻ ഇതെടുക്കണമല്ലോ, ദിവസങ്ങളൊക്കെ അവധി എടുക്കണമല്ലോ അവർക്ക്. അന്നേരം വന്നത് തന്നെയും പ്രയാസപ്പെട്ട എല്ലാം എന്തുവാ വണ്ടികളെല്ലാം അടവായിരുന്നു. എന്തുവാ പറയുന്നത്, വണ്ടി ഓടത്തില്ലായിരുന്നു. അതെന്താ? ഏതാണ്ട് സ്ട്രൈക്കോ ഏതാണ്ടായിരുന്നു. അന്നേരം വണ്ടികളൊന്നും ഓടത്തില്ല. അത് അങ്ങനെയാ കല്യാണം നടത്താനെ കൊണ്ട് ദിവസം ഒരു മാസമെങ്കിലും വേണം. എല്ലാവരെയും കണ്ട് പരിചയപ്പെടണ്ടേ, എല്ലാവരുടെയും വീടുകളിൽ പോകണ്ടേ. അങ്ങനെയൊക്കെ ലേറ്റായി. ഒരു സ്ട്രൈക്ക് ഉണ്ടായിരുന്നു. സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ ഈ വണ്ടികളൊന്നും ഓടത്തില്ല. അങ്ങനെ അതുണ്ടായിരുന്നു. അതും അധികം ദിവസമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു മാസത്തെ അവധി എടുത്തുകൊണ്ട് വന്നതുകൊണ്ട് ഒരു കുഴപ്പവും വരാതെ കല്യാണം കഴിഞ്ഞ് അവരുടെ വീട്ടിൽ കുറച്ച് ദിവസം നിന്നു, ഞങ്ങളുടെ വീട്ടിലും കുറച്ച് ദിവസം നിന്നു. ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടു, സ്വന്തക്കാരെ എല്ലാം പരിചയപ്പെട്ടു, അവരുടെ എല്ലാം വീടുകളിലൊക്കെ പോയി. അങ്ങനെ മമ്മിയുടെ വെഡിങ് റിമെമ്പർ ചെയ്യുന്നുണ്ടോ? എങ്ങനെയായിരുന്നു, എന്താ പറ്റിയ? അങ്ങനെ വെഡിങ് CPM-കാരുടെ രീതിയിലായിരുന്നു എൻ്റെ വെഡിങ് എല്ലാം. എനിക്ക് പിന്നെ എന്തോ വെള്ള സാരി, ഞാൻ വെള്ള സാരി ഉടുക്കാതെ ഞാനൊരു പീച്ച് കളറിലെ ഡാഡി ഇട്ടേക്കുന്ന ഷർട്ടിൻ്റെ കളറിലെ ആ ഒരു സാരി ഒക്കെ എടുത്തുകൊണ്ട് വന്നപ്പം CPM-ലെ മദർ സമ്മതിച്ചില്ല. എന്നെ അങ്ങ് മുറി വിളിച്ചുകൊണ്ട് പോയി അവരുടെ ഒരു വെള്ള ഓയിൽ സാരി എന്നെ ഉടുപ്പിച്ച്
പൗഡർ ഇടാനോ ഒക്കത്തില്ല, സ്വർണ്ണം ഇടാൻ ഒക്കത്തില്ല, കളർ സാരി ഉടുക്കാനും ഒക്കത്തില്ല, ഇങ്ങനെയൊക്കെയുള്ള ഇതെല്ലാം പിന്നെ എന്തോന്ന് പറഞ്ഞു. അന്നേരം അങ്ങനെ അവിടുന്ന് തന്നെ എന്തുവാ മദറിൻ്റെ തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക് വെള്ള സാരി ഉടുക്കാൻ തന്നു. കല്യാണം ഉറച്ചല്ലോ, കല്യാണം അതാ നടക്കാൻ പോകുന്നത്. അന്നേരം അങ്ങനെ കല്യാണം നടന്നവിടെ. കേക്കും എല്ലാം ഉണ്ടായിരുന്നു, കേക്ക് കട്ട് ചെയ്യാനും എല്ലാം. എന്തുവാ അതൊക്കെ റിങ് ഒന്നും ഇല്ലായിരുന്നു. അതൊരു വലിയൊരു റെസ്റ്റോറൻറ്റിൽ വെച്ചായിരുന്നു കല്യാണം. ഇത് കഴിഞ്ഞിട്ട് ഈ ഇതിൻ്റെ കല്യാണമൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കാൻ പോകത്തില്ലേ, അതുപോലെ പത്തനംതിട്ട വെച്ചായിരുന്നു കല്യാണം. മമ്മിയുടെ ഫസ്റ്റ് പർച്ചേസ് എന്തുവായിരുന്നു, വലിയൊരു ഇത് വാങ്ങിച്ചത് ആഫ്റ്റർ യു ഗോട്ട് മാരീഡ്? വാങ്ങിച്ചോ? എന്തുവാ വാങ്ങിച്ചത്? ഒരു വണ്ടിയാണോ, ഒരു കാർ ആയിരുന്നോ, ഐ മീൻ ഹൗസ് ആണോ? എവിടെ വെച്ചാ? ഇവിടെ വെച്ചാന്നോ നാട്ടിലോ? നാട്ടില് എവിടെയും? നാട്ടില് വെച്ച് വണ്ടി വാങ്ങിച്ചില്ല. വീട് വേണമല്ലോ, താമസിക്കാൻ ഇടം വേണമല്ലോ, അതിന് വേണം വീടാ വാങ്ങിച്ചത്. അവിടെയോ? നാട്ടിലൊന്നും വാങ്ങിച്ചില്ല. ഇതായിരിക്കും ഫസ്റ്റ് തിങ് that you bought? ഒരു വണ്ടി ആയിരിക്കും, ഒരു അപ്പാർട്ട്മെന്റ് കിട്ടി മേ ബി. അപ്പാർട്ട്മെന്റ് കിട്ടി, വണ്ടി ആദ്യമേ തന്നെ വാങ്ങിക്കും. വണ്ടി ഉണ്ടെങ്കിലേ പറ്റും. സാധാരിക്കും ഫസ്റ്റ് തിങ് വാങ്ങിച്ചത്. How many children do you have? അന്നുള്ളത് ഇന്നും ഉണ്ട്. എത്രയായിരുന്നു? അത് അവരുടെ പേരെന്തുവാ? When were they born and what did you എന്തുവാ എങ്ങനെയാ അവരുടെ പേരുകൾ? എന്തുവാ? സ്റ്റേസി, സുബി, എസ്, ആദ്യത്തെ അക്ഷരം എസ്. അത് അന്നത്തെ സമയത്ത് അതായിരുന്നു ആദ്യത്തെ പേരിൻ്റെ ആദ്യത്തെ ലെറ്റർ. അങ്ങനെ എസ് എന്നായിരിക്കണം. സുബി, സ്റ്റേസി, ടോണി. അപ്പോഴത്തേക്ക് ടൈം ഒത്തിരി ആയില്ലേ. പിന്നെ ഇഷ്ടമുള്ളത് ഇടാമെന്നായി, ഇഷ്ടമുള്ള പേരിടാമെന്ന്. ഉടുപ്പൊക്കെ കാണുമ്പോൾ സൈസ് കാണുമ്പോൾ മമ്മി എനിക്ക് ആ ഉടുപ്പൊന്ന് വാങ്ങിച്ചു തരാമോ അത് ചോദിക്കും. അത് മമ്മി വാങ്ങിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇപ്പം അങ്ങോട്ട് നടക്കാം, നടക്കുമ്പോൾ മമ്മി വാങ്ങിച്ചു തരുന്നുണ്ട്, കുഞ്ഞിനെ വാങ്ങിച്ചു തരുന്നുണ്ട്. പിന്നെ സുബി അവന് ഒരു എന്തോ വേണ്ടിയെന്നായിടണോ. ഇന്ത്യയിലായിരുന്നപ്പം സ്കൂളിൽ ഹരിശ്രീ എന്നും പറഞ്ഞ് പഠിക്കാനെ കൊണ്ടുപോയടുത്ത് പോയത് ആ ടീച്ചറിനെ മണ്ണ് വാരി എറിയുകയൊക്കെ ചെയ്യുമായിരുന്നു. ടോണി അല്ലല്ലോ, ടോണിയാണ്